ഹലോ, റീബാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഓണം സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇതിനു മുമ്പ് ഞാൻ ഓണം സദ്യ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഒരു പിടി തേങ്ങ, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/4 സ്പൂണോളം കടുക്, അതേപോലെ ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ ബീട്രൂട്ട് പേസ്റ്റ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി വെള്ളം പോലെ ആവരുത്, കുറച്ച് കട്ടിക്ക് തന്നെ ആവണം. ഈ ഒരു പരുവത്തിനാക്കി കൊടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ള തൈര്, അത്യാവശ്യം പുളിയുള്ള കട്ടിയുള്ള തൈര് നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ ഓണത്തിന് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഇതിനു മുമ്പ് ഞാൻ ഓണത്തിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.